അതിരപ്പള്ളിയിൽ മസ്തകത്തിന് പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ ആനയെ മയക്കുവെടി വച്ചെങ്കിലും കൊണ്ടില്ല. ആന തുരുത്തിൽ നിന്ന് പ്ലാന്റേഷനിലേക്ക് നീങ്ങിയാൽ ഇനിയും മയക്കുവെടി വയ്ക്കാനാണ് തീരുമാനം. ആന ഉൾക്കാട്ടിലേക്ക് നീങ്ങുന്നു എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ. ശരത്ത് ഓങ്ങലൂർ ചേരുകയാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ശരത്ത്, ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ്? മനു, അതിരപ്പള്ളിയില് മസ്തകത്തിൽ മുറിവേറ്റ് പഴുപ്പ് പുറത്തേക്ക് വന്ന നിലയിൽ കണ്ടെത്തിയ ആനയെ മയക്കുവെടി വെക്കാനുള്ള ലക്ഷ്യം പാളി എന്ന് തന്നെ പറയണം. ആന ഉൾവനത്തിലേക്ക് കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ ആന ഉള്ളിലേക്ക് പോകുന്തോറും 4 മണിവരെ ഈ തുടരുമെന്നാണ് നമുക്ക് വാഴച്ചാൽ DFOയുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനകത്ത് 2 സംഘം, വനംവകുപ്പിന്റെ 2 സംഘങ്ങൾ ആനയെ അന്വേഷിച്ച്, ഇപ്പൊ നിലവിൽ വനംവകുപ്പിന്റെ നിരീക്ഷണത്തിന് പുറത്താണ് ആനയെ അന്വേഷിച്ച് പോയിട്ടുണ്ട്. എന്നാൽ വനത്തിനകത്ത് വെച്ച് വെടിവെക്കുക അസാധ്യമായൊരു കാര്യമാണെന്ന് കൂടി വാഴച്ചാൽ DFO പറയുന്നുണ്ട്. നിലവിലെ ആതിരപ്പള്ളി വെറ്റിലപ്പാറ 14ലാണ് ഈ ആനയെ രാവിലെ തൊട്ട് നിന്നിരുന്നത്. ഈ ആനയെ പടക്കം പൊട്ടിച്ച് അടുത്തുള്ള റബ്ബർ തോട്ടത്തിലെത്തിച്ച് മയക്കുവെടി വെക്കാനായിരുന്നു ദൗത്യ സംഘം പദ്ധതിയിട്ടിരുന്നത്. എന്നാൽ ഇതിനുവേണ്ടി പടക്കം പൊട്ടിച്ചതോടുകൂടി പരിഭ്രാന്തപ്പെട്ട കാട്ടാന വനത്തിലേക്ക് കയറുകയായിരുന്നു. അതോടുകൂടി ഇപ്പോൾ എന്താണ് ഉൾവനത്തിലേക്ക് ആന പോകുന്നു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. വനം വകുപ്പ് തുടർ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. വിവരങ്ങളാണ് ശരത്ത് നൽകിയത്.